ഈ ഒരു സെഷനിൽ നമുക്കിനി നോക്കാൻ പോകുന്നത് നമ്മൾ AWSൻ്റെ കോഡ് കമ്മിറ്റിൽ ഒരു റെപ്പോസിറ്ററി എങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്നും ആ റെപ്പോസിറ്ററിയിലോട്ട് ഡെവലപ്പർ മെഷീനിൽ നിന്നും, അതായത് നമ്മുടെ ലോക്കൽ നമ്മൾ കോഡെല്ലാം ഡെവലപ്പ് ചെയ്യുന്ന മെഷീനിൽ നിന്നും ഒരു കണക്ഷൻ എങ്ങനെ എസ്റ്റാബ്ലിഷ് ചെയ്യാം എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു സെഷനിൽ നോക്കി മനസ്സിലാക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ മുമ്പ് AWS കോഡ് കമ്മിറ്റിൻ്റെ ഒരു ഓവർവ്യൂ കണ്ടപ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ ഡെവലപ്പർ മെഷീനിൽ നിന്ന് നമ്മൾ കോഡ് പുഷ് ചെയ്യുന്നത് നമ്മൾ ഈ ഓൺലൈൻ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു സെൻട്രൽ കോഡ് റെപ്പോസിറ്ററിയാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സെൻട്രൽ കോഡ് റെപ്പോസിറ്ററിയാണ് നമ്മളിപ്പം AWS കോഡ് കമ്മിറ്റിൽ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. അങ്ങനെ ക്രിയേറ്റ് ചെയ്ത ശേഷം ഈ പറഞ്ഞ ഡെവലപ്പർ മെഷീനിൽ നിന്നും ഈ ഒരു കോഡ് കമ്മിറ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന റെപ്പോസിറ്ററീസിലോട്ട് ആ ഒരു റെപ്പോസിറ്ററിയിലോട്ട് എങ്ങനെ നമുക്കൊരു കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യാം എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഈ ഒരു സെഷനിൽ നോക്കി ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് സെഷനിലേക്ക് കിടക്കാം. AWSൻ്റെ ഫ്രീ ടയർ അക്കൗണ്ടിലാണ് ഞാനിപ്പോൾ ലോഗിൻ ചെയ്തിരിക്കുന്നത്. റൂട്ടായിട്ട് തന്നെയാണ് ലോഗിൻ ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇവിടെ ID കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. നമ്മൾ ആദ്യം ക്രിയേറ്റ് ചെയ്ത ഡെവോപ്സ് കോഴ്സ് എന്ന് തന്നെയാണ് ഇവിടെ പേര് കാണിക്കുന്നത്. ആ ഒരു ഇമെയിൽ ID വെച്ച് തന്നെയാണ് ലോഗിൻ ചെയ്തിരിക്കുന്നത്. നിങ്ങൾ ഏത് ഇമെയിൽ ID വെച്ചിട്ടാണോ ആദ്യത്തെ ഫ്രീ ടയർ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തത് ആ ഒരു അക്കൗണ്ടിലോട്ട് നിങ്ങൾ റൂട്ടായിട്ട് ലോഗിൻ ചെയ്യുക. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഇവിടെ മുകളിൽ നിങ്ങൾക്ക് സർവീസ് സെർച്ച് ചെയ്യാനുള്ളൊരു സെർച്ച് ബോക്സ് കാണും. അവിടെ നിങ്ങൾ കോഡ് കമ്മിറ്റ് എന്നും പറഞ്ഞിട്ട് കോഡ് കമ്മിറ്റ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്ത് കോഡ് കമ്മിറ്റിൻ്റെ സർവീസ് അവിടെ ഇപ്പോൾ ലിസ്റ്റ് ചെയ്യും. അത് നിങ്ങൾ റൈറ്റ് ക്ലിക്ക് ചെയ്തെടുത്ത് പുതിയൊരു ടാബിൽ ഓപ്പൺ ചെയ്യാൻ പറഞ്ഞു കൊടുക്കുക. അപ്പോൾ അവിടെ നമുക്കിനി നെക്സ്റ്റ് ചെയ്യേണ്ടത് നമുക്കൊരു റെപ്പോസിറ്ററി നമുക്കിവിടെ ക്രിയേറ്റ് ചെയ്യാം. റെപ്പോസിറ്ററി നമുക്കിവിടെ ക്രിയേറ്റ് ചെയ്യുന്നത് ഇവിടെ ക്രിയേറ്റ് റെപ്പോസിറ്ററി എന്ന് പറഞ്ഞൊരു ബട്ടൺ കാണാൻ സാധിക്കും. അത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്കൊരു എക്സാമ്പിൾ ഒരു നെയിം കൊടുക്കാം. ഒരു റെപ്പോസിറ്ററിക്ക് നമുക്കൊരു നെയിം കൊടുക്കാം. നെയിം ഞാനിപ്പോൾ ഇവിടെ മൈ വെബ്സൈറ്റ് എന്നും പറഞ്ഞൊരു എക്സാമ്പിൾ നെയിം കൊടുക്കുകയാണ്. മറ്റു കാര്യങ്ങളും ഞാനിപ്പോൾ ഡിസ്ക്രിപ്ഷനൊക്കെ നമുക്ക് വേണമെങ്കിൽ കൊടുക്കാം, ഓപ്ഷനിലാണ്. മറ്റ് കാര്യങ്ങളൊന്നും ഞാനിപ്പോൾ ചെയ്യുന്നില്ല, ജസ്റ്റ് ക്രിയേറ്റ് കൊടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ റെപ്പോസിറ്ററി ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ നമ്മളിവിടെ കഴിഞ്ഞ സെഷനിൽ പറഞ്ഞ പോലെ നമ്മളിവിടെ കണക്ഷൻ മെത്തേഡ് നമ്മുടെ ലോക്കൽ ഡെവലപ്പർ മെഷീനിൽ നിന്ന് നമ്മൾ ഈ റെപ്പോസിറ്ററീസിലോട്ട് കണക്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആ ഒരു കണക്ഷൻ മെത്തേഡ് നമ്മളിപ്പോൾ HTTPS കണക്ഷൻ മെത്തേഡാണ് ഇവിടെ യൂസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് അതിന് വേണ്ടിയിട്ട് ഇവിടെ ക്ലോൺ URL എന്ന് പറഞ്ഞിട്ട് ഒരു ബട്ടൺ ഇവിടെ കാണാൻ സാധിക്കും. അവിടെ നമുക്കിവിടെ ക്ലോൺ HTTPS എന്ന് പറഞ്ഞൊരു ബട്ടണുണ്ട്. അത് നമുക്കിവിടെ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്കിവിടെ കോപ്പീഡ് എന്നും പറഞ്ഞൊരു മെസ്സേജ് ഇവിടെ കാണാൻ സാധിക്കും. അതായത് ഈ ഒരു ക്ലോൺ URL, ആ ഒരു URL HTTPS URL ക്ലോൺ ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു മെസ്സേജ് ഇവിടെ കാണാൻ സാധിക്കും. അപ്പോൾ നമുക്ക് ഇനി ഇത് തൽക്കാലം ഒന്ന് മിനിമൈസ് ചെയ്തിട്ടിട്ട് നമ്മുടെ എക്സാമ്പിൾ നമ്മൾ ചെയ്യുന്ന ആ ഒരു ലിനക്സ് മെഷീനിലോട്ട് നമുക്കൊന്ന് ലോഗിൻ ചെയ്യാം. ആ ഒരു മെഷീനിൽ ലോഗിൻ ചെയ്യാം. എന്നിട്ട് നമുക്കിവിടെ ജിറ്റ് കമാൻഡ് ഉപയോഗിച്ചിട്ട് ആ ഒരു റെപ്പോസിറ്ററിയുടെ URL ഇവിടെ കൊടുത്ത് നമുക്ക് ആ ഒരു റെപ്പോസിറ്ററി ഇങ്ങോട്ട് ക്ലോൺ ചെയ്യാം. ജിറ്റ് ക്ലോൺ എന്നൊരു കമാൻഡ്. ഞാനിത് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല ജിറ്റിൻ്റെ ഈ കമാൻഡ്സ് ഒന്നും, കാരണം നമ്മൾ ജിറ്റ് ആൻഡ് ജിറ്റ് ഹബ് എന്ന് പറഞ്ഞൊരു ട്യൂട്ടോറിയൽ സീരീസിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ നിങ്ങൾക്ക് ആ ഒരു ഇതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണമെങ്കിൽ ആ ഒരു സീരീസ് കാണുക. കാരണം നമ്മുടെ ഇപ്പോഴത്തെ ഈ ഒരു സീരീസ് എന്ന് പറഞ്ഞാൽ AWS DevOps ഒരു കോഴ്സ് ആയതുകൊണ്ട് ഇതിനെക്കുറിച്ച് ഞാൻ കൂടുതൽ ഡീറ്റെയിൽ ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ കോഴ്സ് മുന്നോട്ട് നീങ്ങില്ല. ഓക്കെ, അപ്പോൾ ഞാൻ ജിറ്റ് ക്ലോൺ എന്ന് പറഞ്ഞിട്ട് നമ്മൾ അവിടെ നിന്ന് കോപ്പി ചെയ്ത ആ ഒരു URL ഞാനിവിടെ പേസ്റ്റ് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് എൻ്റർ ചെയ്യുക. ഞാനിപ്പോൾ ഇവിടെ നിൽക്കുന്നത് നിങ്ങൾക്ക് ഒന്നുകൂടെ ഒന്ന് വെരിഫൈ ചെയ്ത് ഞാൻ പറഞ്ഞുതരാം. ഇത് കൊടുക്കുന്നതിന് മുമ്പായിട്ട് നമ്മളിപ്പോൾ ഇവിടെ നിൽക്കുന്ന ഡയറക്ടറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെസ്ക്ടോപ്പിലാണ് നിൽക്കുന്നത്. ഡെസ്ക്ടോപ്പ് ഈ കാണുന്ന ഡെസ്ക്ടോപ്പിലാണ് ഇപ്പോൾ എൻ്റെ പാത്ത് ഇവിടെ നിൽക്കുന്നത്. നമ്മൾ അവിടെയാണ് ഇപ്പം ജിറ്റ് ക്ലോൺ ഉപയോഗിച്ചിട്ട് ആ ഒരു URL ഇവിടെ ക്ലോൺ ചെയ്യാൻ പോകുന്നത്. പേസ്റ്റ് കൊടുത്തു. എന്നിട്ട് ഞാൻ എൻ്റർ ചെയ്യുകയാണ്. അപ്പോൾ ഇവിടെ ഒരു യൂസർ നെയിം നമുക്കിവിടെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു യൂസർ നെയിം പാസ്വേഡ് നമുക്ക് ഓൾറെഡി കിട്ടിക്കഴിഞ്ഞു. അപ്പോൾ അത് നമ്മൾ കഴിഞ്ഞ സെഷനിൽ കണ്ടതുപോലെ നമുക്കിവിടെ ആ ഒരു ID ക്രിയേറ്റ് ചെയ്യാം. നമ്മളിപ്പോൾ സാം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എക്സാമ്പിൾ ഒരു യൂസർ ക്രിയേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് റൂട്ടായിട്ട് ചെയ്യാതെ വേറൊരു IAM യൂസർ ക്രിയേറ്റ് ചെയ്യുന്ന കാര്യം കഴിഞ്ഞ സെഷനിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ആ ഒരു യൂസർ, നിങ്ങൾ ക്രിയേറ്റ് ചെയ്ത യൂസർ ഏതാണോ ആ ഒരു യൂസറിൻ്റെ ഒരു ലോഗിൻ ക്രെഡൻഷ്യൽസ് എല്ലാം ഒരു ഫയൽ CSV ഫയൽ ഓൾറെഡി ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഫയൽ നിങ്ങളൊന്ന് ഓപ്പൺ ചെയ്യുക. വീണ്ടും ഓപ്പൺ വിത്ത് നിങ്ങൾ നോട്ട് പാഡ് ഓപ്പൺ ചെയ്താലും മതി. ഓക്കെ, ആ ഒരു യൂസർ നെയിം പാസ്വേഡ് നമുക്കിവിടെ ആവശ്യമായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആ ഒരു യൂസർ നെയിം നമുക്കിവിടെ കോപ്പി ചെയ്ത് ഇവിടെ ഇപ്പോൾ ചോദിക്കുമ്പോൾ നമുക്കിവിടെ കൊടുക്കാം. ആ ഒരു യൂസർ നെയിം ഇപ്പോൾ ഇവിടെ കൊടുക്കുകയാണ് ഞാൻ. അതുപോലെ പാസ്വേഡ് നമുക്കവിടെ കൊടുക്കാം. പാസ്വേഡ് കൊടുക്കുമ്പോൾ അവിടെ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കില്ല. നിങ്ങൾ പേസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾ എൻ്റർ ചെയ്താൽ മതി.
ഓക്കെ, അപ്പോൾ യു അപ്പിയർ ടു ഹാവ് ക്ലോൺഡ് ആൻ എം ഡി റെപ്പോസിറ്ററി എന്നും പറഞ്ഞാണ് കാണിക്കുന്നത്. കണ്ടില്ലേ? അപ്പോൾ ആ ഒരു റെപ്പോസിറ്ററി മൈ വെബ്സൈറ്റ് ഇവിടെ വന്നു കഴിഞ്ഞു ക്ലോൺ ചെയ്ത്. അപ്പോൾ നമുക്ക് ഡബിൾ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് ഫോൾഡർ എം ഡി ആണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ അവിടെ ജസ്റ്റ് ഒരു റെപ്പോസിറ്ററി മാത്രമേ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളൂ. അത് നമുക്കിവിടെ താഴോട്ട് വന്നു കഴിഞ്ഞാൽ മൈ വെബ്സൈറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ റെപ്പോസിറ്ററി ക്രിയേറ്റ് ചെയ്തു. അതൊരു എം ഡി റെപ്പോസിറ്ററിയാണ്. അപ്പോൾ അതാണ് നമ്മളിപ്പോൾ നമ്മുടെ ലോക്കൽ മെഷീനിലോട്ട്, നമ്മുടെ ഉബുണ്ടു ലോക്കൽ മെഷീനിലോട്ട് നമ്മൾ ക്ലോൺ ചെയ്ത് എടുത്തത്. അപ്പോൾ അതുകൊണ്ടാണ് അത് എം ഡി റെപ്പോസിറ്ററി ആണെന്ന് പറഞ്ഞൊരു വാണിംഗ് കാണിക്കുന്നത്. അത് നിങ്ങൾ ബോദർ ചെയ്യേണ്ട കാര്യമില്ല. അപ്പോൾ ഇങ്ങനെയാണ് നമ്മളിപ്പോൾ ഒരു കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും ആയിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ സാധിക്കും. അതായത് നിങ്ങളുടെ ലോക്കൽ മെഷീനിൽ നിന്ന് നിങ്ങളുടെ ആ ഒരു ക്രിയേറ്റ് ചെയ്ത റെപ്പോസിറ്ററീസിലോട്ട് ഒരു കണക്ഷൻ ഇപ്പോൾ എസ്റ്റാബ്ലിഷ് ആയി കഴിഞ്ഞു. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ഇനി നോക്കേണ്ടത് നമുക്കൊരു കുറച്ച് എക്സാമ്പിൾ ഒരു കോഡ്. അപ്പോൾ ആ ഒരു എക്സാമ്പിൾ കോഡിന് വേണ്ടിയിട്ട് നമ്മളിപ്പോൾ ചെയ്തിരിക്കുന്നത്, ഞാനിപ്പോൾ കുറച്ച് ഒരു വെബ്സൈറ്റ്, നമുക്കൊരു എക്സാമ്പിൾ ഒരു വെബ്സൈറ്റ് എടുക്കാം നമുക്ക്. അതായത് ഒരു വെബ്സൈറ്റിൻ്റെ കുറച്ചൊരു HTML ഫയൽ ഞാനിവിടെ സൂക്ഷിച്ചിട്ടുണ്ട് ഒരു എക്സാമ്പിളിന് വേണ്ടിയിട്ട്. നിങ്ങൾക്ക് ഇതേ കോഡ് വേണമെങ്കിൽ ഞാനിതിന് ലിങ്ക് കൊടുത്തേക്കാം, ഒരു സിപ്പ് ഫയലായിട്ട് നിങ്ങൾ ഡൗൺലോഡ് ചെയ്തെടുത്തിട്ട് അതേ എക്സാമ്പിൾ തന്നെ ഈ ഒരു കോഡ് യൂസ് ചെയ്താൽ മതി. അല്ലെങ്കിൽ നിങ്ങൾ ജസ്റ്റ് എന്തെങ്കിലും ഒരു എക്സാമ്പിൾ ഒരു ഇൻഡെക്സ് HTML ഫയലോ അങ്ങനെ എന്തെങ്കിലും ഇഷ്ടം പോലെ എക്സാമ്പിൾ ടെംപ്ലേറ്റ്സ് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ കിട്ടും നെറ്റിൽ നിന്ന്. അത് ഏതെങ്കിലും നിങ്ങൾ യൂസ് ചെയ്താലും മതി. ഞാൻ എന്തായാലും ഇതിൻ്റെ ലിങ്ക് നിങ്ങൾക്ക് കൊടുത്തേക്കാം, ഒരു സിപ്പ് ഫയലാക്കിയിട്ട് ഈ കോഡ് ഫയൽസിൻ്റെ എല്ലാം. അപ്പോൾ ഞാൻ ജസ്റ്റ് അല്ലാതെ നിങ്ങൾക്കൊന്ന് ബ്രൗസറിൽ ഓപ്പൺ ചെയ്ത് കാണിക്കുന്നത്. ഡബിൾ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ജസ്റ്റ് ഒരു എക്സാമ്പിൾ ഫയലാണ്, ഒരു HTML ഫയലാണ്. നിങ്ങളതിൽ കണ്ടൻസ് ഒന്നും ബോദർ ചെയ്യേണ്ട. ജസ്റ്റ് ഒരു എക്സാമ്പിൾ നമ്മളൊരു വെബ്സൈറ്റിൻ്റെ ഒരു എക്സാമ്പിളിന് വേണ്ടിയിട്ട് ഇവിടെ കാണിക്കുകയാണ്. അതായത് ഒരു സാമ്പിൾ HTML ഫയൽ കുറച്ച് ഒരു സൈറ്റിന് വേണ്ടിയിട്ട് ഒരു സാമ്പിൾ സൈറ്റാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത് ഈ ഒരു ഫയലിന് വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു കോഡ് ഫയൽസ്, അതായത് ഈ ഒരു ഇൻഡെക്സ് ഫയലും അതിന് അസോസിയേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് ഇമേജസും അസോസിയേറ്റ് ചെയ്തിട്ടുള്ള ഫോൾഡേഴ്സും കുറച്ച് ഫയൽസ് എല്ലാം ഇതിലുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഫയൽസാണ് നമ്മളൊരു സോഴ്സ് കോഡായിട്ട് നമ്മളിപ്പോൾ ഒരു എക്സാമ്പിൾ കോഡിന് വേണ്ടി ഫയൽസിന് വേണ്ടിയിട്ട് നമ്മളിവിടെ യൂസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഈ ഒരു പ്രാക്ടിക്കലിന് വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഫയൽസാണ് നമുക്കിനി അപ്ലോഡ് ചെയ്യേണ്ടത്. നമ്മൾ ആ ക്രിയേറ്റ് ചെയ്ത ഓൺലൈൻ ഈ ഒരു മൈ വെബ്സൈറ്റ് എന്ന് പറഞ്ഞൊരു റെപ്പോസിറ്ററിയിലോട്ട് നമുക്ക് അപ്ലോഡ് ചെയ്യേണ്ടത് ഈ ഫയൽസാണ്. അപ്പോൾ അതെങ്ങനെ ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ നെക്സ്റ്റ് സെഷനിൽ നമ്മൾ നോക്കി മനസ്സിലാക്കാൻ പോകുന്നത്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു സെഷനിൽ ഇത്രയും ആയപ്പോൾ നിങ്ങൾ ആ ഒരു കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്ത് കഴിഞ്ഞു. അതായത് ഈ വെബ്സൈറ്റ് മൈ വെബ്സൈറ്റ് എന്ന് പറഞ്ഞ് ക്രിയേറ്റ് ചെയ്ത ഓൺലൈൻ കോഡ് കമ്മിറ്റിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ റെപ്പോസിറ്ററി നമ്മൾ ക്ലോൺ ചെയ്തെടുത്തു. നമ്മുടെ ഡെവലപ്പർ മെഷീനിലോട്ട് നമ്മൾ ജിറ്റ് ക്ലോൺ കമാൻഡ് ഉപയോഗിച്ച് ക്ലോൺ ചെയ്തെടുത്തു. അത് കഴിഞ്ഞ് ഒരു യൂസർ നെയിം പാസ്വേഡും ചോദിച്ചപ്പോൾ നമ്മൾ കഴിഞ്ഞ സെഷനിൽ ആ ഒരു IAM യൂസറിനെ ക്രിയേറ്റ് ചെയ്ത യൂസർ നെയിം പാസ്വേഡും കൊടുത്തു. അത് കഴിഞ്ഞപ്പോൾ നമ്മൾ ആ ഒരു MD റെപ്പോസിറ്ററി നമ്മൾ ക്ലോൺ ചെയ്തെടുത്തു. നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും വെബ്സൈറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഡെസ്ക്ടോപ്പിലോട്ട് ക്ലോണായി വന്നിട്ടുണ്ട്. അതൊരു MD റെപ്പോസിറ്ററി ആണെന്നൊരു വാണിംഗും കാണിച്ചു. അപ്പോൾ ഇത്രയായി കഴിഞ്ഞപ്പോൾ നമുക്ക് കണക്ഷൻ എസ്റ്റാബ്ലിഷ് ആയി കഴിഞ്ഞു. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് സെഷനിൽ ചെയ്യേണ്ടത് നമ്മൾ ഇപ്പോൾ കാണിച്ച് നമുക്ക് ആ ഒരു എക്സാമ്പിൾ കുറച്ച് ഒരു വെബ്സൈറ്റിൻ്റെ എക്സാമ്പിൾ ഫയൽസ്, ആ ഒരു കോഡ്, അത്രയും ഫയൽസ് നമുക്ക് സോഴ്സ് കോഡ് നമുക്ക് ഈ പറഞ്ഞ ഓൺലൈൻ നമ്മുടെ ക്രിയേറ്റ് ചെയ്ത റെപ്പോസിറ്ററിയിലോട്ട് നമുക്ക് അപ്ലോഡ് ചെയ്യണം. അപ്പോൾ അതിനുള്ള സ്റ്റെപ്സ് നമുക്ക് നെക്സ്റ്റ് സെഷനിൽ നോക്കാം.